Granites, MLA Road, Palluruthi. Contact 9446567002, 98460 94470 52436. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചി ബീച്ച് സംരക്ഷിക്കുക എന്ന ആവശ്യവുമായി തീരദേശ സംരക്ഷണ സമിതി ഒത്തുചേർന്നു. ലോക പരിസ്ഥിതി ദിനത്തിൽ ഫോർട്ട് കൊച്ചി ബീച്ച് സംരക്ഷിക്കുക എന്ന ആവശ്യവുമായി തീരദേശ സംരക്ഷണ സമിതി ഫോർട്ട് കൊച്ചി വാസ്കോഡഗാമ സ്ക്വയറിൽ ഒത്തുചേർന്നു. KJ ആന്റണി മുഖ്യ പ്രഭാഷണം നടത്തി. എല്ലാ സന്നദ്ധ സംഘടനകളും വന്ന് ക്ലീൻ ചെയ്യുന്നതൊക്കെ വാർത്തയാണ്. ഞാനും ആ കൂട്ടത്തിൽ വന്നിരുന്നു. അപ്പോൾ അത് വേണം, സംരക്ഷിക്കപ്പെടണം. പക്ഷെ ഇതിന് ഈ തീരം നിൽക്കണ്ടേ? തീരം നിൽക്കണം. ഇത് പ്രകൃതിദത്തമായ തുറമുഖമാണ്. 1920 ശേഷം ഉണ്ടായ മലവെള്ളപ്പാച്ചിൽ ഒരു തുറമുഖം അടഞ്ഞുപോവുകയും മറ്റൊരു തുറമുഖം തുറക്കുകയാണ്. ഇത് കൊച്ചഴിയായിരുന്നു, ചെറിയ അഴിയായിരുന്നു. വെള്ളംകുത്തി, പെരിയവാറ്, ചാലക്കുടിപ്പുഴ, ബമ്പനാട് കായൽ ഉൾപ്പെടെയുള്ളത് കുത്തി ഒഴുകിയപ്പോൾ ഇവിടെ വീതി വെച്ചു. തുഷാർ നിർമ്മൽ, VT സെബാസ്റ്റ്യൻ, ഹാരി സബു, ജെയ്സൺ കോപ്പർ, ജോസഫ് ചുള്ളിക്കൽ, രമേശ് എസ്, ഷഹീർ അലി, ഉമ്മർ എന്നിവർ സംസാരിച്ചു. പ്രകൃതിദത്തമായി ഉണ്ടായ കരകളെല്ലാം ഈ പറയുന്ന കോട്ടയം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കരകളും നമുക്കിപ്പോൾ ഈ ഫോർട്ട് കൊച്ചി മുതൽ ആലപ്പുഴ വരെ തെക്ക് വടക്ക്, പിന്നെ കളത്ര, കരി, മുണ്ടമ്പേലി തെക്ക് വടക്ക്, തോപ്പുംപടി, പള്ളുരുത്തി, എടക്കൊച്ചി, അതെല്ലാം കുമ്പളങ്ങി, എഴുപിന്ന, അപ്പുറത്ത് അരൂര്, ചന്ദ്രൂര്, അങ്ങനെ ആ കരകളെല്ലാം തെക്ക് വടക്ക്, അരൂക്കുറ്റി, പാണാവള്ളി, പൂച്ചാക്കൽ, ഇനി അപ്പുറത്ത് പോയാൽ പൂത്തോട്ട, ആ പ്രദേശങ്ങൾ, ഉദയംപേരൂർ എല്ലാം തെക്ക് വടക്ക്. ഇങ്ങനെ തെക്ക് വടക്ക് ചെമ്പ്, മറ്റേ വൈക്കം ചെമ്പ് പ്രദേശങ്ങളെല്ലാം തെക്ക് വടക്ക്. ഇങ്ങനെ ആണ് കരകൾ. കൂടാതെ അവിടെ എല്ലാം കുഴിച്ചാൽ കിട്ടുന്ന ചെളികളിലും ഇത്തിരികളും കടലിലെ ഇത്തിലും ചെളിയുമാണ്. ഒരു ദിവസം അന്ന് ഉണ്ടായ കര ഇവിടെ നിന്നൊക്കെ കുറെ പടിഞ്ഞാറായിരുന്നു. 2-3 കിലോമീറ്റർ പടിഞ്ഞാറ് വരെ കരയായിരുന്നു. 1341 ഉണ്ടായ ഒരു വലിയ വെള്ളപ്പൊക്കത്തിലാണ് അന്ന് ഈ കിഴക്കുവശം കാണുന്നത് കായലൊന്നും അല്ലായിരുന്നു, ശുദ്ധജല തടാകമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.